ഹായ്. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ കണ്ണൂരിലെ പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള സൂര്യകാന്തി പൂവും പൂപ്പാടം കാണാൻ വന്നിട്ടാണുള്ളത്. എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണൂർ കണ്ണപുരം അയ്യോത്ത് വയലിലാണ് നമ്മളിപ്പം കണ്ണൂരുകാരുടെ സ്വന്തം സൂര്യകാന്തി പാടം ഉള്ളത്. അപ്പോൾ ഇപ്പോൾ വൻ തിരക്കാണ് നമ്മുടെ ഇവിടെ അനുഭവപ്പെടുന്നത്. ആ പോകുന്ന വഴിയിലൊക്കെയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് നിങ്ങളെ കാണിക്കുന്നത്. അയ്യോത്ത് വയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രകൃതിരമണീയമായ മനോഹരമായിട്ടുള്ള ഒരു വയലും വെള്ളമൊക്കെ കയറിയ നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ കണ്ണൂരുകാരുടെ സ്വന്തം സൂര്യകാന്തി പാടം ഓപ്പൺ ആയിട്ടുള്ളത്. ഇത് അങ്ങോട്ട് പോകുന്ന വഴിയാണ്. അയ്യോത്ത് വയലത്തിന് തൊട്ട് മുമ്പ് ഒരു ചെറിയൊരു പാലമുണ്ട്. ആ പാലം കയറിയുള്ള വ്യൂ ആണ് ഇപ്പോൾ ഞങ്ങളെ കാണിക്കുന്നത്. ഇത് കഴിഞ്ഞ് നമുക്ക് അങ്ങോട്ട് പോകാം, അയ്യോത്ത് വയലിലേക്ക് പോകാം. അപ്പം ധാരാളം സഞ്ചാരികളാണ് ഇപ്പോൾ അയ്യോത്ത് വയൽ കാണാൻ വേണ്ടി വരുന്നത്. ഇപ്പം പിന്നെ കണ്ണൂരിൽ നിന്ന് വരുന്ന ആളൊക്കെ ആണെങ്കിൽ അയ്യോത്ത് വയലിലേക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടി ഏകദേശം ഒരു 18 കിലോമീറ്ററോളം ട്രാവൽ ചെയ്യണം. ഇത് അയ്യോത്ത് വയലിലുള്ളൊരു തട്ടുകടയാണ്. ഇപ്പോൾ ഇവിടെ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് തട്ടുകട നല്ല സ്വാദിഷ്ടമായ ഫുഡും എക്സ്പ്ലോർ ചെയ്യാനുള്ള നല്ലൊരു അനുഭവമാണ്. അപ്പം ഈ ഏരിയകളിലൊക്കെ തന്നെ കൃഷി സ്ഥലങ്ങളാണ്. അപ്പോൾ അവർ കൃഷി ചെയ്ത സൂര്യകാന്തി പാടമാണ് ഇപ്പോൾ കണ്ണൂർ ട്രെൻഡിങ് ആയിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം കണ്ണൂരിൽ നിന്ന് വരുന്നവർ, കണ്ണൂർ ഏരിയയിൽ നിന്ന് വരുന്നതാണെങ്കിൽ ഏകദേശം ഒരു 18 കിലോമീറ്റർ ഉണ്ട്. കണ്ണൂർ കണ്ണപുരം കാനറ ബാങ്കിൻ്റെ സൈഡിൽ കൂടെ ഉള്ളൊരു റോഡുണ്ട്. ആ റോഡിൽ കൂടെ കയറി കഴിഞ്ഞാൽ ഏകദേശം ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ലൊക്കേഷനെത്തും. ഇപ്പം കാറും ബൈക്കും ഇട്ട് വരുന്ന ധാരാളം സഞ്ചാരികൾ നമുക്കിപ്പോൾ കാണാൻ പറ്റും. ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ പൂപ്പാടം കാണേണ്ടവർ എത്രയും പെട്ടെന്ന് വരിക. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പം തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പൂക്കൾ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പോയത് ഈവനിങ് ടൈമിലാണ്. ഇവിടെ 3-4 സ്ഥലങ്ങളിൽ നമുക്ക് സൂര്യകാന്തി പാടം കാണാൻ പറ്റും. ഈ ഏരിയ 2 സ്ഥലത്തുണ്ട്. റൈറ്റ് സൈഡിൽ 2 പ്ലോട്ടുകൾ ചെയ്യുന്നുണ്ട്, ലെഫ്റ്റ് സൈഡിലും ഉണ്ട്. അപ്പം 3-4 സ്ഥലങ്ങളിൽ നമ്മൾ സൂര്യകാന്തി പാടം കൃഷി ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പോയത് സൺസെറ്റിൻ്റെ സമയത്താണ്. സൺസെറ്റിൻ്റെ സമയത്ത് ഈ സൂര്യകാന്തി പാടം കാണാൻ അടിപൊളിയായിരുന്നു. അപ്പം നിങ്ങൾ പോവുകയാണെങ്കിൽ ഈവനിങ് ടൈമിലൊക്കെ പോവുകയാണെങ്കിൽ സൺസെറ്റ് എൻജോയ് ചെയ്യാൻ പറ്റും. ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്കിനി സൂര്യകാന്തി പാടത്തിലേക്ക് പോകാൻ പറ്റും. ഇതാണ് ഒരു ഫസ്റ്റ് വൺ. ഇവിടെയുണ്ട്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ വേറെ ഉണ്ട്. അതുപോലെ ലെഫ്റ്റ് സൈഡ് റോഡിൻ്റെ അപ്പുറ സൈഡിലും വേറെ സൂര്യകാന്തി പാടങ്ങളുണ്ട്. അപ്പം നമുക്ക് എവിടെ വേണമെങ്കിലും പോകാൻ പറ്റും. ഇവിടെ നമുക്ക് ഉള്ളിൽ കയറി ചെടി ചവിട്ടി നശിപ്പിക്കാണ്ടിരുന്നാൽ മതി. വേറെ നമുക്ക് റെസ്ട്രിക്ഷനോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇത് ആൾക്കാരൊക്കെ കയറി നശിപ്പിച്ച് കുറേ ചെടിയൊക്കെ ഒടിഞ്ഞൊക്കെ കിടപ്പുണ്ട്. അതുപോലെ പൂക്കളും എല്ലാം മോശമായി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ അവസ്ഥ കണ്ടറിയാം. തിരക്ക് കൂടിയ ആൾക്കാർ ചവിട്ടിയാണ്. പിന്നെ എല്ലാവരും ഇതിനിടയ്ക്ക് നിന്നൊക്കെ പൂപ്പാടത്തിനുള്ളിൽ പോയി പൂവെടുക്കുന്ന തിരക്കിലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചെടിക്ക് നഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട്, പൂ പറിക്കാനോ ചെടി ചവിട്ടി ഒട്ടിക്കാനോ പാടില്ല എന്നൊക്കെ ആൾക്കാർ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങോട്ട് വരുന്നവർ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പക്ഷേ എന്തായാലും കണ്ണൂരുകാർക്ക് നമ്മൾ ഗുണ്ടൽപേട്ടിലോ അല്ലെങ്കിൽ മൈസൂരോ ഗോപാലസ്വാമിപേട്ടിലോ ഒക്കെ പോയി കാണുന്ന ഒരു സൂര്യകാന്തി പാടം നമ്മുടെ കണ്ണൂർ സ്വന്തം സ്ഥലത്ത് തന്നെ കാണാൻ പറ്റുന്ന ഒരു നല്ലൊരു ഓപ്ഷനാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് മാക്സിമം എൻജോയ് ചെയ്യുക, വന്ന് കാണുക. പിള്ളേരെ കൊണ്ടുപോയി പിള്ളേർക്ക് ഭയങ്കര സന്തോഷമാണ്. ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റുന്ന നല്ലൊരു ഏരിയ തന്നെയാണിത്. പിന്നെ നമ്മൾ പോയപ്പോൾ ഇതിൻ്റെ അടുത്തൊരു ഉത്സവം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ചെണ്ടയുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ടും പടക്കം പൊട്ടിക്കുന്നൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റി. അപ്പം എന്തായാലും ഈ ഒരു നാട്ടുമ്പുറത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി കണ്ണൂരിൽ എല്ലാവരും വരിക, എൻജോയ് ചെയ്യുക.